Hi friends, എല്ലാവർക്കും ലീലോന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് ഞാൻ കരുതുന്നു. Clubhouse നിങ്ങൾക്കറിയാം നമുക്കൊരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്ലബ്ബിനകത്ത് നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാവും, മെമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ അതിനകത്ത് നമുക്ക് ചാറ്റ് റൂംസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ക്ലബ്ബുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് Clubhouseൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ Clubhouseൽ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ Clubhouse അക്കൗണ്ട് വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ Clubhouse അക്കൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ മുകളിൽ @ എന്ന് പറഞ്ഞിട്ട് ഒരു ചിഹ്നം ഉണ്ടാവും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് വരും. അതിൽ നമ്മൾ നമ്മുടെ ഇമെയിൽ ID കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇമെയിൽ ID കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഇമെയിൽ ഐഡിയിൽ ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും. ആ വെരിഫിക്കേഷൻ മെയിൽ ഇതുപോലെ ഉണ്ടാവുക. അതിലൊരു ബട്ടൺ ഉണ്ടാകും, വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയാണ് വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതിന് മുന്നേ വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാണ്ട്, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ 96% നമ്മുടെ വ്യൂവേഴ്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കൂടുതൽ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല, നേരെ നമുക്ക് മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. Clubhouse നമുക്ക് ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം Clubhouse ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഈ DP ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരും. അവിടെ നമുക്ക് താഴെ മെമ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിന് മുന്നേ വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, ഇമെയിൽ വെരിഫിക്കേഷൻ. ആ മെമ്പർ ഓഫ് എന്ന് പറഞ്ഞ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പുതിയ സ്ക്രീന് ഇവിടെ വരും. ഈ പുതിയ സ്ക്രീനിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു പ്ലസ് ഐക്കൺ ഉണ്ടാവും, ഒരു ഗാലറീൻ്റെ ചിഹ്നം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇതിലേക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണം, നമ്മുടെ ക്ലബിൻ്റെ ഫോട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് വെറുതെ നമ്മുടെ ചാനലിൻ്റെ പേരിൽ തന്നെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാം. ഇവിടെ നമുക്ക് ക്ലബിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാനുള്ള സെക്ഷനാണ്. റിക്വയർഡ് കാൺ ബി ചേഞ്ച് ലേറ്റർ. അപ്പോൾ വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതവിടെ നോട്ടെ. അപ്പോൾ എലോ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഫോളോവേഴ്സിന് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എലോ ഫോളോവേഴ്സ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മൾ പെർമിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ, പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ലെറ്റ് മെമ്പേഴ്സ് സ്റ്റാർട്ട് റൂംസ്, അതായത് ഇതിനകത്തുള്ള മെമ്പേഴ്സിന് ചാറ്റ് റൂംസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷനാണിത്. അപ്പോൾ നമ്മൾ മാത്രം ചാറ്റ് റൂം ക്രിയേറ്റ് ചെയ്യാൻ മതി എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ മേക്ക് മെമ്പർ ലിസ്റ്റ് പ്രൈവറ്റ്, അതായത് തന്നെ വായിച്ചാൽ തന്നെ മനസ്സിലാവും മെമ്പർ ലിസ്റ്റ് ആർക്കും കാണില്ല, എത്ര മെമ്പർ ഉണ്ടെന്ന് മാത്രമേ കാണുള്ളൂ, ഏതൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ളത് കാണില്ല, അത് പ്രൈവറ്റ് ആവും. അപ്പോൾ അതിങ്ങനെ പ്രൈവറ്റ് ആക്കാം, പബ്ലിക് ആക്കാം. പിന്നെ ടോപ്പിക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ടോപ്പിക്ക് ആഡ് ചെയ്യുമ്പോൾ 3 ടോപ്പിക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അവിടെ മേലെ പറഞ്ഞിട്ടുണ്ട് ചൂസ് അപ് ടു 3 ടോപ്പിക്സ്. ഇതിലിപ്പോൾ ഏതാണ്, നേരെ ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നമ്മുടെ ക്ലബിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി മുകളിൽ ആ ക്രിയേറ്റ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലബിലേക്ക് മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യമായിട്ടുള്ള മെമ്പേഴ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. എന്നിട്ട് ഡണ്ണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷെഡ്യൂൾ യുവർ ഫസ്റ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ തന്നെ ഷെഡ്യൂള് നമുക്ക് ചെയ്യാം. ഷെഡ്യൂൾ റൂമുണ്ട് ഇവിടെ, പിന്നെ ആഡ് മെമ്പേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ചെയ്യാം. ഷെഡ്യൂൾ യുവർ ഫസ്റ്റ് ഇവൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റ് നെയിം ഉണ്ട്. ഓക്കെ, നമുക്ക് ഹോസ്റ്റും ഗസ്റ്റും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഡേറ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും, ടൈം ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വേറെ ക്ലബ്ബ് ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഓപ്പൺ ടു മെമ്പേഴ്സ് ഓൺലി ആണെങ്കിൽ ഓപ്പൺ ടു മെമ്പേഴ്സ് ഓൺലി, അതിന് മുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തല്ല. അപ്പോൾ ഇനി ക്ലബ്ബ് നമുക്ക് കാണണം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പേജിൽ തന്നെ ഏറ്റവും താഴെ നമ്മുടെ ക്ലബ്ബ് കാണാൻ പറ്റും. അപ്പോൾ ക്ലബിനുള്ള നമുക്കിവിടെ ഷെഡ്യൂൾ റൂം ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരത്തെ പോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, ചാറ്റ് റൂം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ മാറ്റാൻ പറ്റും.
പിന്നെ നെയിം മാറ്റാൻ പറ്റില്ല, നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു മാറ്റാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് ആഡ് മെമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്. ഈ മെമ്പർ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഒരു ലിങ്കും ഉണ്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ലിങ്ക് നമുക്ക് സെൻഡ് ചെയ്തിട്ട് ആളുകൾ നമ്മുടെ ക്ലബ്ബിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എഡിറ്റ് ക്ലബ്ബ് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എഡിറ്റ് ക്ലബ്ബ് ടോപ്പിക്സ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എൻ്റർപ്രണർഷിപ്പും അതൊക്കെ ഇട്ടില്ല, അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആഡ് ക്ലബ്ബ് റൂൾ ഉണ്ട്. അപ്പോൾ ക്ലബിൻ്റെ റൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡോണ്ട് അലോ ഫോളോവേഴ്സ്, നമ്മൾ നേരത്തെ അലോ ഫോളോവേഴ്സ് അടിച്ചത് അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഡോണ്ട് അലോ ഫോളോവേഴ്സ്. ലെറ്റ് മെമ്പേഴ്സ് സ്റ്റാർട്ട് റൂംസ്, അതും നമുക്ക് ഫസ്റ്റിലുണ്ടായിരുന്ന ഓപ്ഷനാണ്, അതിൻ്റെ റിവേഴ്സ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഹൈഡ് മെമ്പർ ലിസ്റ്റ് അതും ഇവിടെ ഉണ്ട്. ക്ലബിൻ്റെ ഡിസ്ക്രിപ്ഷനും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ലീവ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ വേറെ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലൊന്ന് ലീവ് ക്ലബ്ബ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ലീവ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ പ്ലീസ് ആഡ് അനദർ ക്ലബ് ഫൗണ്ടർ ബിഫോർ യു ലീവ്. അപ്പോൾ വേറൊരു ക്ലബ് ഫൗണ്ടർ ആഡ് ചെയ്തിട്ട് ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ മറ്റേതിൽ ടെസ്റ്റ് ചെയ്യാൻ പേടിയായിട്ടാണ് ഇതിൽ വന്ന് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്കത് ലീവ് ചെയ്യാൻ പറ്റില്ല. ലീവ് ചെയ്യുമ്പോൾ അവർ പറയും പ്ലീസ് ആഡ് അനദർ ക്ലബ് ഫൗണ്ടർ ബിഫോർ യു ലീവ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ക്ലബ് ഹൗസിൽ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ക്ലബ് ഹൗസിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുകളിലുള്ള ഐ ബട്ടണിൽ ലഭിക്കും, താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ലഭിക്കും. അതിൽ ക്ലബ് ഹൗസിലേക്ക് എങ്ങനെയാണ് ഇൻവൈറ്റ് നമുക്ക് ഫ്രീ ആയി കിട്ടുക, ക്ലബ് ഹൗസിൽ എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന വീഡിയോസ് അതിലടങ്ങിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കൂടാതെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ക്ലബ് ഹൗസിൻ്റെ കുറേ പുതിയ അപ്ഡേറ്റ്സ് ഇനി വരാനുണ്ട്. അപ്പോൾ അതിലൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം ഞാൻ മുടങ്ങാതെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇറ്റ്സ് ബൈ ഫ്രം ഷമീൽ ആൻഡ് ഓൾവേസ് ലൈവ്.